ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് നല്ല ഫ്ലഫിയായ ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളൊരു 5 മണിക്കൂർ കുതിർത്ത് വെച്ച ഉഴുന്നുപരിപ്പാണ്. ആദ്യം മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തതാണ്. കൈകൊണ്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായി കൈകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നാൽ ബാറ്റർ നല്ല ഫ്ലഫി ആയി കിട്ടും. ഉള്ളിൽ നല്ല ഫ്ലഫി ആയിരിക്കും, പുറമ്പൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കാൻ വേണ്ടി പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ബാറ്റർ ഇട്ട് നോക്കാം. അപ്പോൾ മുകളിൽ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റാണ്. ഇനി ഒരു 4-5 മണിക്കൂർ നമുക്കിത് ഫെർമെൻ്റ് ആവാൻ വേണ്ടി കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ നേരത്ത് നമുക്കിതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില അതൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. അപ്പോഴേക്കും നമുക്കിതിനുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. ചട്നിക്ക് വേണ്ടി തേങ്ങ, നിലക്കടല, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയിൽ സവാളയൊക്കെ ഇട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈവെള്ളം വെച്ച് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നടുവിലൊരു കുഴിയാക്കി കൊടുത്തതിന് ശേഷം തേയിലിടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല പെർഫെക്റ്റായി ഉഴുന്നുവട ഇട്ട് നല്ല ഫ്ലഫി ആയി കിട്ടും. മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ 4-5 മണിക്കൂർ ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയുടെ കണ്ടില്ലേ, ടെക്സ്ചർ ഒന്ന് നോക്കാം. കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. അതൊരു താങ്ക്സ് ഫോർ വാച്ചിങ്.